ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൻ്റെ രാഷ്ട്രീയം അതാണ്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു തൽക്കാലം ഇറാൻ വിഷയത്തെയാണ് പരാമർശിക്കുന്നതെങ്കിലും അത് പാകിസ്ഥാനുമായി എങ്ങനെ ബാധിക്കുമെന്ന വളരെ ശ്രദ്ധേയമായൊരു നീക്കം കൂടി അതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ പോലും അടിസ്ഥാനപരമായി അനുയോജിക്കുന്ന രാജ്യമല്ല പാകിസ്ഥാൻ. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നയതന്ത്ര ബന്ധങ്ങളില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഭീകരവാദ രാഷ്ട്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുന്നത് പാകിസ്ഥാനിന്മേലും കൂടിയാണോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും അതിൻ്റെ രാഷ്ട്രീയം വരും ദിവസങ്ങളിലും ഏറെ ശ്രദ്ധേയമായി മാറുകയുമാണ്. ഇതിനിടയിൽ ഖമനേയുടെ വധത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. മരണസംഖ്യ 22ആയി. 200-ലധികം പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. ഖമനേയുടെ ചിത്രങ്ങളുമായി ഇറങ്ങിയ ജനക്കൂട്ടം UN ഓഫീസുകൾ ആക്രമിച്ചു. ലാഹോർ ഉൾപ്പെടെ പല നഗരങ്ങളും സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. കറാച്ചിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ US കോൺസുലേറ്റിനെതിരെ ആക്രമണം നടത്തിയവർക്കെതിരെ കോൺസുലേറ്റിനുള്ളിലുണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാർ വെടിയുതിർത്തിരുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് 22 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 32 മരണമെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കറാച്ചി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. വിഷയത്തിൽ പോലീസിനോട് സർക്കാർ റിപ്പോർട്ട് തേടിയിരുന്നു. US കോൺസുലേറ്റിലേക്ക് ബാരിക്കേഡുകൾ തകർത്ത് കയറിയ പ്രതിഷേധക്കാർ ജനാലകൾ അടിച്ചു തകർക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാണ്. അജയ് തുടരുന്നുണ്ട്. അജയും അസാധാരണമായ സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷേ ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക നീക്കത്തിൽ ഏറ്റവും ശക്തമായ പ്രകടനമുണ്ടാകുന്ന രാജ്യങ്ങളൊന്നായി പാകിസ്ഥാൻ മാറുകയാണ്. അവിടെയാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യവുമായി നമുക്ക് കൂട്ടിവെക്കേണ്ടി വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ? ഒപ്പം തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് US എംബസിയുടെ കൂടി വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഈ ഒരു സംഘർഷത്തിൽ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇതിനു മുൻപേ ഇറാന്റെയും അതുപോലെ തന്നെ ലെബനന്റെയും ഇടപെടലെല്ലാം നമ്മൾ ഊഹിച്ചതാണ്. അവിടങ്ങളിൽ നിന്നെല്ലാം ഒരു പ്രതിഷേധ സ്വരം അല്ലെങ്കിൽ ഒരു എതിർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം വരുമെന്ന് നമ്മൾ നേരത്തെ ഊഹിച്ച കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഇത്ര വലിയൊരു അവിടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാകും എന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം. ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ശ്രീനഗറിൽ വരെ പ്രതിഷേധ റാലികൾ നടന്നിരുന്നു. പക്ഷേ ഇതെല്ലാം സമാധാനപരമായിരുന്നു. പക്ഷേ പാകിസ്ഥാനിൽ ഇത്ര ക്രമസമാധാനത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇത്ര വലിയൊരു സംഘർഷം അവിടെ രൂപീകൃതമാകുമെന്ന് ആരും വിചാരിച്ചില്ല. പാകിസ്ഥാനിലുള്ള ഷിയ മുസ്ലിംസിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മുതൽ 15% വരെ മാത്രമേ അവിടെ ഷിയ മുസ്ലിംസ് ഉള്ളൂ. സുന്നി വിഭാഗം മുസ്ലിംസ് ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് 80 മുതൽ 85% വരെ ഷിയ മുസ്ലിം വിഭാഗക്കാർ പാകിസ്ഥാനിലുണ്ട്. വെറും 10% മാത്രമേ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ